ക്രമക്കേട് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ PSCയുടെ കൂടുതൽ പരീക്ഷകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. പിന്നോക്ക വികസന കോർപ്പറേഷൻ പ്രോജക്ട് അസിസ്റ്റന്റ് നിയമന പരീക്ഷയുടെ വിവരങ്ങൾ SIT സംഘം PSCയോട് ആവശ്യപ്പെട്ടു. ഈ നിയമനവുമായി ബന്ധപ്പെട്ട് വ്യാപക പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് നടപടി. അതേസമയം PSC ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന ഇന്നും തുടരും. വിവരങ്ങളുമായി അപർണ കേസ് ചേരുന്നുണ്ട്. അപർണ, എന്തായാലും വ്യാപക പരാതികളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. SIT സംഘം ഇപ്പോൾ PSCയോട് നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളൊക്കെ ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ വിവാദമായതിനു ശേഷമാണ് SIT ഇത്തരത്തിലൊരു നീക്കത്തിലേക്കൊക്കെ കടക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? നിയമന വിവാദങ്ങൾക്കിടയിൽ ഇന്നും SIT പരിശോധന തുടരുകയാണ്. PSC ആസ്ഥാനത്ത് ഇന്നും SIT പരിശോധന നടക്കുകയാണ്. കൂടാതെ തന്നെ പുതിയ നിയമനങ്ങളിലും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പിന്നോക്ക വികസന കോർപ്പറേഷൻ പ്രോജക്ട് അസിസ്റ്റന്റ് നിയമനത്തിലാണ് ഇത്തരത്തിൽ PSCയിൽ പുതിയ വിവാദങ്ങൾ, പുതിയ തെളിവുകൾ അല്ലെങ്കിൽ പുതിയ രേഖകൾ ഇത്തരത്തിൽ SIT ശേഖരിക്കുന്നത്. PSC ആസ്ഥാനത്തെത്തിയായിരിക്കും നടക്കുക. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏതായാലും സമഗ്രമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് പല നിയമനങ്ങളിലും ഇത്തരത്തിൽ ആരോപണങ്ങൾ PSCക്കെതിരെ ഉയർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കടന്നത്. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ ഇന്നും ഉദ്യോഗാർത്ഥികൾ പുതിയ പരാതികൾ ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട്. കടുത്ത ആരോപണങ്ങളാണ് PSCക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. PSCയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കൊക്കെ തന്നെ ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരികയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് SIT കടക്കുന്നത്. എന്തായാലും പുതിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ രേഖകൾ കൂടി ആവശ്യപ്പെടാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ ഇത്തരത്തിൽ PSCയോട് SIT ഇത്തരത്തിൽ രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു. ആ രേഖകൾ SIT കൈമാറിയിരുന്നു. ആദ്യം കൈമാറില്ല എന്ന നിലപാടിലായിരുന്നു PSC ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അത് കൈമാറുകയായിരുന്നു. PSC ചെയർമാൻ MR ബൈജുവിനെതിരെ ഗുരുതര ആരോപണങ്ങളടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. MR ബൈജുവിൻ്റെ രാജി അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സംഘടനകൾ പല പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചിരുന്നു. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. എന്തായാലും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നോക്ക വികസന കോർപ്പറേഷൻ പ്രോജക്ട് അസിസ്റ്റന്റ് നിയമന പരീക്ഷയുടെ വിവരങ്ങളുമൊക്കെ SIT സംഘം PSCയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വ്യാപകമായ പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ SIT ഇത്തരത്തിലൊരു നടപടിയിലേക്കൊക്കെ കടന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണ കേസാണ്.